എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ലവിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. പൂമുഖത്തിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ കെ മുരളീധരൻ നായർ. അദ്ദേഹം വാസ്തു ആചാര്യനാണ്, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള സുദർശനൻ നായർ എന്ന് പറയുന്ന കൊല്ലം സ്വദേശി ചോദിച്ചിട്ടുള്ളതാണ്. കൊല്ലത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള വീടുകളുണ്ട്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പണ്ടത്തെ നാലുകെട്ടിന്റെ മോഡലിൽ അങ്കണം ഉൾപ്പെടെ കോൺക്രീറ്റ് ഭവനങ്ങൾ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? അത്തരത്തിലുള്ള ഒരു ഭവനമാണ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്ത് നൽകിയിട്ടുള്ളത്. പണ്ടത്തെ തച്ചുശാസ്ത്രപരമായി വളരെയധികം കണക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് കുളവും ചെയ്തിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ദോഷമായിട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഞാൻ ഇതോട് ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി പല വീടും നമ്മൾ പാലുകാഴ്ചയിലൊക്കെ പോകുന്ന പല വീടുകൾ ഇപ്പം ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴും ഇതേപോലത്തെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്കണമുണ്ട്. അതായത് ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. പല ആൾക്കാർക്ക് ആഗ്രഹം എന്ന് പറഞ്ഞത് പണ്ടത്തെ തച്ച് പരമായിട്ടുള്ള പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടുകൾ, അങ്കണം, ഓപ്പൺ ആയിട്ടുള്ള അങ്കണം, അതേ അതൊക്കെ ഓരോ ശാലകൾ എന്നുള്ളതാണ് വ്യക്തമായ കണക്ക് പ്രകാരമാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഓപ്പണാക്കിയിട്ടിട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആ കണക്ക് അതിനകത്തുണ്ട്. ആ കണക്കൊന്നും തന്നെ നമ്മുടെ കോൺക്രീറ്റ് വീട്ടിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. തടി കൊണ്ടുള്ള നിർമ്മാണങ്ങളാണ് അതെല്ലാം തന്നെ. ഈ കോൺക്രീറ്റ് വീട്ടിലുള്ള നിർമ്മാണങ്ങളും അതേ മോഡലിൽ പണ്ടത്തെ ആരൂഢത്തിൻ്റെ അതേ മോഡൽ ചെയ്തിട്ടുള്ള വീടുകളെല്ലാം തന്നെ ഒരു 10-12 വർഷം കഴിഞ്ഞിരുമ്പോൾ എല്ലാം തന്നെ പരാജയങ്ങളായിട്ടാണ് കാണപ്പെട്ടുള്ളത്. ആരോഗ്യപരമായ കാര്യങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതിനെപ്പറ്റി ദോഷമുണ്ടാക്കി ഈ അങ്കണങ്ങളെല്ലാം നിമത്തി ഹാളാക്കിയ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ എന്താണ് ബ്രഹ്മസ്ഥാനം ഒരിക്കലും തന്നെ കോൺക്രീറ്റ് വീടിനെ കുഴിച്ചിട്ട് അവിടെ അങ്കണം മോഡലാക്കുന്നത് നല്ലതല്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കിഴക്കിൻ്റെ ഭാഗത്ത് അങ്കണം പോലെ എടുക്കാം, അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് നമുക്ക് അങ്കണം പോലെ എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ തടസ്സമില്ല. പക്ഷേ വീടിൻ്റെ കറക്റ്റ് മധ്യസ്ഥാനം ബ്രഹ്മസ്ഥാനത്ത് കോൺക്രീറ്റ് വീടിൽ നമുക്ക് ഈ ശാലകൾ രീതിയിൽ അതിനകത്ത് ഇതിപ്പം ചെയ്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ രീതി മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ട് പല സാറിനും അറിയാം, പല വീടുകളും കണ്ടിട്ടുള്ള അങ്ങനെ ആയിരിക്കും. അതായത് ഇപ്പം റൂമുകളെല്ലാം കോൺക്രീറ്റ് ആണ്, അതിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഇരുമ്പ് പൈപ്പുകൾ വെച്ചിട്ട് റൂഫ് ചെയ്തിട്ട് ഈ അങ്കണം വന്ന അല്ലെങ്കിൽ പിന്നെ കുളം അല്ലെങ്കിൽ കയറി വരുന്ന ഹോൾ ആ ഭാഗമെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അടുക്കളയും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ബെഡ്റൂമുകൾ മാത്രം കോൺക്രീറ്റ് ചെയ്യുക. അതിന്റെ മുകളിൽ ഇതുപോലെ 4 മോഡൽ അങ്ങനെ പഴയ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ നിലയിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ട്രസ് വർക്ക് മോഡൽ ഇപ്പോൾ ചെയ്യാം. പക്ഷേ ജലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗത്താണെങ്കിൽ അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒന്നിന് വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ വരുന്നതാണ് ഉത്തമം. അല്ലാതെ വീടിൻ്റെ മധ്യഭാഗത്ത് പാടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ജലമായിട്ട് ബന്ധപ്പെട്ടത് ഫസ്റ്റ് ഫ്ലോർ ചെയ്യുമ്പോൾ അമിതമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റുള്ള സാധനമാണ്. പല ആൾക്കാരും തന്നെ അവർക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്യാറുണ്ട്. അത് സാമ്പത്തികമുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. സ്വിമ്മിംഗ് പൂൾ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചെയ്യും. അമിതമായ പൈസ പല ആൾക്കാരെ ആനയെ വാങ്ങും പോലെയാണ്. പക്ഷേ അതിന് മെയിൻ്റനൻസ് ചെയ്യാൻ വലിയ പാടാണ്. ഈ സ്വിമ്മിംഗ് പൂളൊക്കെ കെട്ടിയിടും. ഇപ്പോൾ ആദ്യത്തെ ആവേശത്തിൽ ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കും, കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ പിന്നെ ചിലപ്പോൾ വിദേശത്ത് ജോലിയുള്ളവരായിരിക്കും, ശരി, ഇത് അടച്ചിട്ടൊക്കെ പോകും. പിന്നെ ഇത് ഫംഗസ് കയറി ഇല്ലാതായി. പിന്നെ ഇത് മെയിൻ്റനൻസ് ചെയ്യാനും കാര്യങ്ങളും ചെയ്യാൻ വലിയ പാടാണ്. അങ്ങനെ പല ആൾക്കാർ അതിനെ ക്ലോസ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും തന്നെ ഏത് വീടായിരുന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദ്യത്തെ ഒരു ആർഭാടമാണ്. ഒരുപാട് പൈസ മുടക്കി ഒരുപാട് കാര്യങ്ങളുടെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ ലൈറ്റ് ആയിരുന്നില്ല ശരി, മറ്റുള്ള കാര്യം ശരി. ഇതിനെ ഒരു ആവേശം കൊണ്ട് ആദ്യം കുറേ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഉപയോഗിക്കും കാര്യം. ഇത് ഉദാഹരണത്തിന് നമുക്ക് മുൻകാലത്ത് ഡ്രോയിങ് ഹാള്, ഡൈനിങ് ഹാള്, അല്ലെങ്കിൽ TV ചെയ്ത്. ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പ്രത്യേകമായിട്ട് ഒരൊറ്റ ഹാള് അകത്ത് പ്രത്യേകം ചെയ്തെടുക്കാറില്ലേ? മിനി തിയേറ്ററായിട്ട് തന്നെയാണ്, ഒരു മിനി തിയേറ്റർ പോലെ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വലിയ സ്ക്രീനൊക്കെ വെച്ച് ടി വി കാണുക, അല്ലെങ്കിൽ പുതിയ പടങ്ങൾ കാണുക, അങ്ങനെ. പക്ഷേ അതുപോലും ആദ്യം കുറച്ച് ദിവസമൊക്കെ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നാലും ഇപ്പോഴത്തെ ജോലി തിരക്കും കാര്യങ്ങൾ അതിൻ്റെ മുമ്പ് ചെന്നിരിക്കാനും മുറി ചെന്ന് കാരണം എന്താണ് അവർക്ക് സമയമില്ല. ഈ കാണുന്ന ഡ്രോയിങ് ഹാളിലോ ലിവിങ് ഹാളിലോ ഇരിക്കുന്ന
TV കൂടെ കണ്ട് കാരണം ഉപയോഗിക്കുള്ളൂ. മറ്റത് ആദ്യത്തെ ഒരു ആഡംബരത്തിൽ ഇതൊക്കെ പണിയുമെങ്കിൽ തന്നെയും പിന്നെ അത് തന്നെ ഉപയോഗിക്കാറില്ല എന്നാണ് ഇന്ന് കണ്ടുവരുന്ന കാര്യങ്ങൾ. അതൊന്നും ചെയ്ത് വെറുതെ വേസ്റ്റാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കണ്ടത്, പാലുകാച്ചയിൽ കണ്ടത്, ഇതുപോലെ ഈ 4 കെട്ട് മോഡലിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പ്രധാന വാതിൽ കയറി ചെല്ലുമ്പോൾ കുളം ചെയ്തിരിക്കുക, അതിൽ മീനൊക്കെ ഓടുന്നുണ്ട്. അപ്പം അതിലിങ്ങനെ കരിങ്കല്ല് പാകിയിട്ട് നമ്മൾ നടന്നു പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് മേളിലത്തെ നിലയിലോട്ട് കയറുമ്പോൾ അവിടെ ബാത്റൂമുണ്ട്. റൂമിനെല്ലാം കോൺക്രീറ്റ് റൂഫുണ്ട്. പക്ഷെ ബാത്റൂം ഓപ്പൺ സ്പേസ് ആയിട്ട്, മേളിൽ ഓപ്പൺ സ്പേസ് ആയിട്ട്, അത് ഗ്ലാസ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സൺലൈറ്റ് കറക്റ്റ് പതിക്കുന്ന ഒരു രീതിയിൽ ഗ്ലാസ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതിനോട് അത് വാസ്തുപരമായിട്ട് എന്തെങ്കിലും നമ്മൾ കയറുന്നത് കുളത്തിലോട്ടാണ്, വീട്ടിനകത്തോട്ട് കുളത്തിൽ കൂടെ നടന്ന് അകത്തേക്ക് കയറും. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസാണ്. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസോട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ, അത് ഞാനും ഇതിലല്ല, അത് ചെയ്തോളാനേ പറയുള്ളൂ. പക്ഷേ റെസിഡൻസ് പർപ്പസ്, ഒരു കുടുംബം താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രക്രിയകളൊന്നും തന്നെ പറ്റില്ല. പിന്നെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പുതിയ രീതിയിൽ പുതിയ ബാത്റൂമിൻ്റെ ബാത്ത് അറ്റാച്ചൊക്കെ ചെയ്യുമ്പോൾ റൂഫ് കൊടുക്കുക, അതിൻ്റെ ടോപ്പ് കൊടുക്കാറുണ്ട്, ഒരു ഗ്ലാസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൈ ആകാശം കാണത്തക്ക ഇല്ലത്. അങ്ങനെ ഇപ്പോൾ കുറേ ഒരു ട്രെൻഡ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ആപത്താണ്. കാരണം സുരക്ഷിതയില്ല. പിന്നെ ഭാവിയിൽ നമുക്കിപ്പോൾ ആരും കാണുന്നില്ല, അടുത്ത് നല്ല പൊക്കമുള്ള തെങ്ങിൻ്റെ മണ്ടയിൽ ഒരാൾ കയറിയിരിക്കാമെങ്കിൽ അവരുടെ ബാത്റൂം കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു പിന്നെ അത്യാവശ്യത്തിന് ഒരാൾ കണ്ട് മോഡലൊക്കെ ചെയ്തു. പിന്നെ മഴയുള്ള സമയത്ത് ഗ്ലാസ് നീക്കേണ്ട സൗകര്യം, മഴയത്ത് നിന്ന് കുളിക്കാത്ത സൗകര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മോഡേൺ ആർക്കിടെക്റ്റിന് അതുകൊണ്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് ചെയ്തു വരുന്നുണ്ടില്ലെന്ന് പറയാം. പക്ഷേ അതൊക്കെ തന്നെ ഒരു സുരക്ഷിതവുമില്ല. പിന്നെ ഫുൾ ഗ്ലാസ് ഇട്ട് പണി ചെയ്യുക. അത് ചോദിച്ചിട്ട് നമുക്ക് സുലേഖ എന്ന് പറയുന്ന ഒരു നമ്മുടെ പ്രേക്ഷക, നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകയാണ്. മാഡം ചോദിച്ചിട്ടുള്ളത് അതുപോലെയാണ്. ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ ജനലൊക്കെ ക്രമീകരിക്കുന്നുണ്ട്, അതാരും തുറക്കാറില്ല, കർട്ടൻ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ജനലിന് പകരം പ്രകാശം കടന്നു വരാൻ വേണ്ടിയിട്ട് ജനലിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഗ്ലാസ്, നീക്കാൻ പറ്റാത്ത ഗ്ലാസുകൾ ഉപയോഗിച്ചാൽ പോരെ എന്നുള്ളതാണ്. ഗ്ലാസിന്റെ ജനലുകൾ, വേറെ അതിനകത്ത് കമ്പിയും മറ്റൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ഒരു അത് ആപത്താണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞു, യാതൊരു സുരക്ഷതയില്ല. വിധ കള്ളന്മാർക്കാണെങ്കിൽ സുഖമായിട്ട് ഇപ്പോഴും ലേസർ കട്ടർ വെച്ച് സുഖമാണ് ഒരു ഭാഗത്ത് വെച്ചാൽ വീട്ടിനത് കയറിപ്പോരാ. അതൊന്നും തന്നെ ശരിയായ രീതിയിലുള്ള ഒരു ഗൃഹനിർമ്മാണം അല്ല. അതൊക്കെ ഒരു ആപത്താണ്. നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുന്ന സമ്പ്രദായങ്ങളാണ്. അതിലേക്കൊന്ന് പോവാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സാധാരണയിൽ സുരക്ഷിതമായിട്ട് നമ്മൾ വീട് പണിയുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ പറയാറുള്ളൂ, അങ്ങനെ ഉദ്ദേശിക്കാറുള്ളൂ. പിന്നെ ഓരോ ആൾക്കാരും വിദേശത്തുള്ള പല കാര്യങ്ങളും കണ്ടും കേട്ടിട്ട് അതേ മോഡലൊന്നും ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദേശത്തുള്ള പല കാര്യങ്ങളും അതേ രീതിയിലല്ല ഇവിടെ ഉള്ളതിന്. നമുക്ക് കാലാവസ്ഥ, ഭൂമിക്കനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് വീടുകൾ പണിയുക എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴതിന് ഇപ്പം മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് മട്ടത്തട്ടടിക്കാൻ പറ്റില്ല. അത് നേരെ സ്തൂപിക പോലെ വെള്ളം 2 സൈഡിലേയും പോവുക, അല്ലെങ്കിൽ 4 സൈഡിലേയും വിട്ട് പോകാത്ത രീതിയിലായിരിക്കും ആ മഞ്ഞുള്ള ഭാഗങ്ങളിലെല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചാൽ ചൂട് വീട്ടിനകത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ, ഓരോ രാജ്യത്തിന് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് വീട് നിർമ്മാണങ്ങൾ ചെയ്യുന്നത്. അതിന് അതേ റോങ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ട് ഇവിടെ കേരളത്തിൽ ഇവിടെ കൊണ്ടുവച്ച് വെച്ചാൽ വിവരം അറിയുന്ന അർത്ഥം. അതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ടൊരു വീട് വയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുക, അതായിരിക്കും നല്ലത്. തീർച്ചയായും അത്തരത്തിൽ നമ്മുടെ സുരക്ഷിതത്വമാണ് ഒരു വീടെന്ന് പറയുന്നത്. നമ്മുടെ വീടെന്ന് പറയുന്നത് എല്ലാവർക്കും സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അതിനനുസരിച്ചുള്ള ഉപദേശങ്ങളും അതിനനുസരിച്ചുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും അറിവുള്ളവരിൽ നിന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അത് വീട് പണി പൂർത്തിയായി വീട്ടിലോട്ട് താമസം തുടങ്ങുമ്പോൾ മുതൽ നമുക്ക് ടെൻഷൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിൽ വീടുമായി ബന്ധപ്പെട്ട് വാസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കൃത്യമായി മറുപടി നമ്മൾ ഒരു എപ്പിസോഡിൽ നൽകുന്നുണ്ട്. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമസ്കാരം.